ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ ടോപ്പിക്ക് വന്നിട്ട് കമലാദാസ് എഴുതിയ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയത്തിൻ്റെ സമ്മറിയാണ്. ഓക്കെ, സമ്മറിയിലേക്ക് പോവാം. ആൻ ഇൻട്രൊഡക്ഷൻ അപ്പിയർഡ് ഇൻ കമലാദാസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് സമ്മർ ഇൻ കൽക്കട്ട ആൻഡ് ഈസ് വൺ ഓഫ് ഹർ മോസ്റ്റ് വെൽ നോൺ വർക്ക്സ്. അപ്പോൾ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഏതിലാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്? സമ്മർ ഇൻ കൽക്കത്ത എന്ന് അവരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു കളക്ഷൻ എന്നാണ് ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു പോയം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കളക്ഷനാണ്. സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള ഒരു പോപ്പുലറായ ഒരു കളക്ഷൻ എന്നാണ് ഈ ഒരു പോയം എടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓഫൺ സൈറ്റഡ് ആസ് എ പവർഫുൾ ആർഗ്യുമെൻറ്റ് ഫോർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. വിഷയം എന്താ? ഇന്ത്യൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെ എഴുതാം, ആ എഴുത്തിനെ പറ്റിയുള്ള ഒരു വർത്തമാനമാണ്. ഇന്ത്യൻസ് ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ എന്താണ് ഇപ്പോൾ കുഴപ്പം എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് അവരുടെ മനസ്സിൽ മറ്റൊരു കുറ്റം പറയുമ്പോൾ ഉള്ള ഒരു വികാരം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ പറയുന്നത്. ഐ എം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ, ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2, ഡ്രീം ഇൻ 1, ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം എന്താ ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ, ഞാനൊരു ഇന്ത്യനാണ് ഞാൻ. അത്ര വെളുത്തിട്ടല്ല, ഒരു ഇരുനിറമാണ്. അതാണ് വെരി ബ്രൗൺ എന്ന് പറയുന്നത്. മലബാർ ഭാഗത്താണ് ജനിച്ചത്. 3 ഭാഷകളിൽ സംസാരിക്കാൻ അറിയാം. എഴുതുന്നത് 2 ഭാഷ, ഒരു ഭാഷയിൽ സ്വപ്നം കാണുന്നു എന്നുദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. ഡ്രീം ഇൻ 1, ഡ്രീം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം അല്ലല്ലോ, അതാണ്. എന്താ അതിനുള്ള കാരണം? ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. അപ്പോൾ അവർ ഒരേ ഒരു കാര്യം പറയുന്നത്, നീ ഒരു ഇന്ത്യൻ അല്ലേ, അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ നിനക്ക് അവകാശമില്ല, കാരണം ഇംഗ്ലീഷ് നിൻ്റെ മാതൃഭാഷയല്ല. ഇതാണ് സമൂഹം കമലാദാസിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു തടസ്സം. അപ്പോൾ ആ പോയിറ്റിൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിന്തയാണ് അടുത്തത് പറയുന്നത്. വൈ നോട്ട് ലീവ് മീ അലോൺ, ക്രിട്ടിക്സ്, ഫ്രണ്ട്സ്, വിസിറ്റിംഗ് കസിൻസ്. അപ്പോൾ ഈ വരിയിൽ പറയുന്നത്, എന്തുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് വിട്ടൂടാ? അതായത് എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്തോളാം, എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? വിമർശകരും കൂട്ടുകാരും കസിൻസും എല്ലാവരും എന്തുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് വിട്ടൂടാ? എവറി വൺ ഓഫ് യു, വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്. അപ്പോൾ എന്തിൻ്റെ അവകാശമാണ് ഇവർ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? എനിക്കിഷ്ടപ്പെട്ട ഭാഷയിൽ എനിക്ക് സംസാരിക്കണം. അങ്ങനെ അതാണ് അവരുടെ അവസ്ഥ. ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ. ഞാൻ എന്ത് ഭാഷയാണോ സംസാരിക്കുന്നത് അതാണ് എൻ്റെ ഭാഷ, അല്ലാതെ മദർ ടങ് എന്നൊന്ന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് മൈൻ, ഇറ്റ് ഈസ് ഡിസ്റ്റോർഷൻസ്, ഇറ്റ്സ് ക്യൂർനെസ്, ഓൾ മൈൻ, മൈൻ അലോൺ. അതിൻ്റെ കൺസെപ്റ്റ്, ഭാഷയുടെ എക്സാമ്പിൾ, ചിത്രങ്ങൾ എല്ലാം എൻ്റെ പറഞ്ഞാൽ അത് എൻ്റേത് മാത്രമാണ്. ആൻഡ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റിംഗ്. ഇവിടെ കമലാദാസ് എഴുതുമ്പോൾ തീം എന്തായിരിക്കണം എന്ന് നമ്മൾ ഓർമ്മ വയ്ക്കണം. എന്താ വെച്ചാൽ ഫെമിനിസം തീർച്ചയായിട്ടും അവർ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഫെമിനിസം ഇതിലുണ്ട്. പക്ഷേ സാധാരണ ഫെമിനിസ്റ്റ് റൈറ്റിംഗ് അല്ല, ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റിംഗ്. In this poem, she speaks in the voice of a girl rebelling against the norms and dictates a patriarchal society which asks her to fit in and belong against her own wishes. പോയറ്റ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിൽ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ കാണുന്നത്. എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും തടസ്സമാണ്. നിനക്കിത് പറ്റില്ല, നിനക്കത് പറ്റില്ല എന്ന്. അതായത് നിൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് മറ്റൊരു പറയുന്നതായിട്ട്. ആര്? വേറെ ആരും അല്ല, പാട്രിയാർക്കൽ സൊസൈറ്റി.
പാട്രിയാർക്കൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആണുങ്ങൾ ഭരിക്കുന്നത്. അങ്ങനെ അതാണ് പറയുന്നത്. മലബാർ എ സൗത്ത് ഇന്ത്യൻ ലൊക്കേഷൻ കവറിങ് എ ലാർജ് പാർട്ട്. അപ്പോൾ അത് എവിടുത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയാണ്. മലബാർ എന്ന് പറയുന്നത് കേരളയുടെ ഒരു ലാർജ് പാർട്ടാണ്. കർണാടക വരയ്ക്കും ഏകദേശം നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഹർ റിബല്യൻ അഗെയിൻസ്റ്റ് പാട്രിയാർക്കി ഈസ് ടു സെക്യൂർ ആൻ ഐഡൻറ്റിറ്റി ഫോർ ഹെർ സെൽഫ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് വേൾഡ്. എന്തുകൊണ്ടാണ് ഒരു സ്വയം തിരിച്ചറിവ് വേണമെന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഉദ്ദേശം തന്നെ ആണുങ്ങൾ ഭരിക്കുന്ന ഈ ലോകത്തിൽ സ്വന്തമായിട്ടൊരു തിരിച്ചറിവ് വേണം എന്നാണ്. ദ പോയം ബിഗിൻസ് വിത്ത് ദ അസർഷൻ. പോയം തുടങ്ങുന്നത് തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തുക, അതാണ് അസർഷൻ പറയുന്നത്. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ വിച്ച് ഷോസ് ഹർ distaste for politics in a country where politics is considered a domain for men. അപ്പോൾ ഇതിൽ കമല എന്താ പറയുന്നത് വെച്ചാൽ, ആ ഒരു ഒരു സ്ത്രീനെ സങ്കല്പിച്ചിട്ടാണല്ലോ ഈ പോയത്തിൽ പറയുന്നത്. എന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ പൊളിറ്റിക്സ് അത് അറിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ രീതിയിലാണ് പറയുന്നത്. എനിക്കിപ്പോൾ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല, പക്ഷേ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്, നേരത്തെ ആരാ ഭരിച്ചിരുന്നതെന്നൊക്കെ എനിക്കറിയാം. അതായത് പൊളിറ്റിക്സിലും ആണുങ്ങൾക്കാണ് സ്ഥാനമുള്ളത് എന്നാണ് ഇൻഡയറക്റ്റായി പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് കംസ് ഹർ ഡിഫിയൻറ്റ് അസർഷൻ ഓഫ് ഹർ റൈറ്റ് ടു റൈറ്റ് ഇൻ എനി ലാംഗ്വേജ് ഷീ ലൈക്സ് ഇൻ റെസ്പോൺസ് ടു സജഷൻ ദാറ്റ് ഷീ ഷുഡ് നോട്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. അടുത്തത് പറയാണ്, സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുന്നത്, എനിക്ക് പൊളിറ്റിക്സ് അറിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ഇപ്പോൾ ആരാ ഭരിക്കുന്നതെന്നുള്ളത് അറിയാം. അടുത്തത് എന്തിനെതിരെ പറയുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഒരു ഭാഷയുടെ കാര്യത്തിൽ അഭിപ്രായം മറ്റൊരു പറയേണ്ട ആവശ്യം? ഞാൻ ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് എഴുതിക്കൂടാ? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ സമൂഹം ആ സ്ത്രീയുടെ മേലെ വെക്കുന്ന ഒരു വലിയ തടസ്സം എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് നിൻ്റെ ഭാഷയല്ലാത്ത സ്ഥിതിക്ക് നീ അത് എഴുതരുത്, അത് ഉപയോഗിക്കരുത്. Her reply is to her critics is a reiteration of the language of appropriation of a colonial language to serve native needs. എന്നാൽ ഇവിടെ അവസ്ഥ എന്താ വെച്ചാൽ, കൊളോണിയൽ ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് കരുതാം, ശരി തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ നമ്മളുടെ കാര്യം നടക്കണ്ടേ? ആ ഒരു രീതിയിൽ തന്നെ കാണുന്നുള്ളൂ, അതും ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ മലയാളം അറിയാത്ത ആൾക്കാർ എങ്ങനെയാണ് മലയാളീസിൻ്റെ അടുത്തൊരു കാര്യം പറയുക? ഇന്ത്യൻസ് തന്നെ, ഇന്ത്യ എന്ന ഒറ്റ ഭാഷയുള്ള കൺട്രി ആണെങ്കിൽ ശരി, പക്ഷേ അതല്ല അവസ്ഥ. ഇന്ത്യ പറയുന്നത് നമ്മൾ ഒഫീഷ്യലി അംഗീകാരം കിട്ടിയിട്ടുള്ളത് തന്നെ ഒരു 16 or 18 ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യൻസ് ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാംഗ്വേജ് എന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കാറ്റഗറൈസേഴ്സ് ആൻ അല്യൂഷൻ ടു ദോസ് ഹു സീ ആൻഡ് group other people in different structure or brackets. The term suggestion the tendency to stereotype people. അപ്പോൾ കാറ്റഗറൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, ബ്രാക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത്, ഈ ബ്രാക്കറ്റ്സിനകത്തുള്ള മീനിങ് തന്നെ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്ന്, അങ്ങനെ. അപ്പോൾ തെറ്റിദ്ധാരണയാണ് പല ആൾക്കാർക്കും പല രീതിയിലും, അതാ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഫ്രം ദ ഇഷ്യൂ ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് ദ പോയം മൂവ്സ് ഓൺ ടു ദ സബ്ജക്റ്റ് ഓഫ് സെക്ഷൽ പൊളിറ്റിക്സ്. ദ പോയിറ്റ് ഈസ് ഇൻ utter bewilderment during her pubescent years, when her sudden marriage and her first sexual encounter all leave her traumatized. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു അഡൽട്ട്ഹുഡിൽ എത്തുന്നതും അങ്ങനെ അവരുടെ ആദ്യത്തെ സെക്ഷൽ അനുഭവം വരയ്ക്കും പറയുന്നുണ്ട്. സെക്ഷൽ പൊളിറ്റിക്സ് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഓൺ an impulse, she defies the gender code and dressed up as a man by wearing a shirt and a trouser and sits on the wall. അപ്പോൾ ഇതിൽ ആ ഒരു സ്ത്രീ കണ്ടുപിടിച്ച സത്യം എന്താ വെച്ചാൽ, ആണുങ്ങൾക്കാണ് എല്ലാം കൊണ്ടും അധികാരം അവകാശം എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീത്വം നശിപ്പിക്കുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്തു, ഞാൻ സ്ത്രീത്വം ഉപേക്ഷിച്ച പണി കഴിഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ മുടീനെ വെട്ടാം, ഷർട്ടും ട്രൗസറും ഇടാം, അങ്ങനെ ആണുങ്ങൾ മതിൽ കയറിയിരിക്കുന്ന പോലെ ഇരിക്കാം. അപ്പോഴെങ്കിൽ മറ്റവർ വിചാരിക്കുമോ ഞാനൊരാണാണെന്ന്? എങ്കിൽ പിന്നെ എനിക്ക് അവകാശമില്ലേ? അതാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. The guardians of morality force a respectable woman's attire on which instructions that she should fit into the socially accepted role of a woman as a wife and a mother. എന്നാലും ഗാർഡിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലീനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാം അത് സൊസൈറ്റീനെയും കൂടെയാണെന്ന്. ഈ സ്ത്രീയുടെ അടുത്തുനിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നീ ഒരു ഭാര്യയാവ്, അതായത് നീ ഒരു പെണ്ണായ സ്ഥിതിക്ക് സാരി ഉടുത്താൽ മതി, ആണുങ്ങളുടെ ഡ്രസ്സല്ല, സാരിയാണ് നീ ഉടുക്കേണ്ടത്. ഒരു അമ്മയാവ്, പിന്നെ ജോലിക്കാരുടെ അടുത്തൊക്കെ അടികൂടിയിട്ടിരിക്കുക. അതായത് ലേഡീസ് പറയുമ്പോൾ ജോലിക്കാരുടെ അടുത്ത് തർക്കിക്കുന്ന ഒരു ആൾക്കാരും ആണല്ലോ. പിന്നെ അടുത്തത് പേര് സ്വീകരിക്കുന്ന കാര്യത്തിലും പ്രശ്നം പറയുന്നുണ്ട്. മാധവിക്കുട്ടി, ദ സ്യൂഡോണിം കമലാദാസ് യൂസ്ഡ് വൈൽ റൈറ്റിംഗ് ഇൻ മലയാളം. മലയാളത്തിൽ മാധവിക്കുട്ടി എന്നുള്ള പേരിലാണ് കമലാദാസ് അറിയപ്പെട്ടത്. അപ്പോൾ അതിലും അവർ സമ്മതിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ മാധവിക്കുട്ടിയാവ് അല്ലെങ്കിൽ കമലാദാസാവ്, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഇഷ്ടത്തിന് എല്ലാം വിട്ടുതരാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സമ്മറി പറയാൻ, പോയത്തിൻ്റെ സമ്മറി പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ കമലാദാസിന് എന്താ വെച്ചാൽ ഫ്രീഡം വേണം, ഒരു ലവ്, ഒരു സ്പിരിച്വൽ ലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതൊരു ഇൻഡിവിജ്വലിനും ഫ്രീഡം ഉണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇതിൽ ഇൻഡയറക്റ്റായി പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത് ഇപ്പം ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത പാരഗ്രാഫ് വരയ്ക്കുവാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിച്ച് വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു എസ്സേ എന്ന് പറയുമ്പോൾ ഇതിൽ കമലാദാസിൻ്റെ ഒരു ഓവറോൾ നോട്ട്സും പിന്നെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഈ 3 പോയിംസുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ഇനിയൊരു വീഡിയോയിൽ ഞാൻ പറയാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.